നരേന്ദ്രമോദിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കെ.സി. വേണുഗോപാൽ. ഭരണഘടനയെ നിരാകരിച്ച രാഷ്ട്രീയ ഗുരുക്കന്മാരുടെ ശിഷ്യനായ പ്രധാനമന്ത്രിക്ക് ഭരണഘടനയോട് ആത്മാർത്ഥതയുണ്ടെന്ന് ജനം വിശ്വസിക്കാനിടയില്ലെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പ്രധാനമന്ത്രി മോദിക്കും ബി.ജെ.പിക്കും ഭരണഘടനയോട് ഒരു കൂറുമില്ല. എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും അദ്ദേഹത്തിൻ്റെ കാപട്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകും. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനുള്ള മറുപടി എന്ന നിലയിലായിരുന്നു കെ.സി.യുടെ പ്രതികരണം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ലോക്സഭയിലെ ചർച്ചകളിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള തൻ്റെ പഴയ വാദമുഖങ്ങൾ വീണ്ടും കൊണ്ടുവരാനായിരുന്നു പ്രധാനമന്ത്രിക്ക് താൽപ്പര്യം. ഇന്ത്യൻ ജനത നേരിടുന്ന അനീതിക്കും അസമത്വത്തിനും എതിരെയുള്ള ഉത്തരങ്ങളാണ് പൊതുജനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അദാനി നടത്തിയ വൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും മോദിക്ക് ഉത്തരമില്ല. ബി.ജെ.പി. ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്ന കടുത്ത ജാതിമത വേർതിരിവുകൾ വ്യക്തമാക്കുന്ന സംഭവങ്ങൾ സംബന്ധിച്ചൊന്നും മോദിക്ക് മറുപടിയില്ലാത്തത് നിർഭാഗ്യകരമാണെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ശോഭനവും കൂടുതൽ ഏകീകൃതവുമായ ഭാവിക്കായി ഇന്ത്യയെ നയിക്കാൻ 11 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭാവിക്കായി അനുവർത്തിക്കേണ്ട 11 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. സമകാലികമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്താൻ ഇവ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഐക്യം, സമഗ്രത, പുരോഗതി എന്നീ വിഷയങ്ങളിലൂന്നി ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് കാഴ്ചപ്പാടും ഉൾക്കൊണ്ടതാണ് ഈ നിർദ്ദേശങ്ങൾ. അഴിമതിയോട് സഹിഷ്ണുത കാണിക്കരുത്. രാഷ്ട്രീയത്തിലെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കണം. സ്ത്രീ ശാക്തീകരണം വികസനത്തിലൂടെയാവണം. നിയമപാലനത്തിൽ അഭിമാനിക്കണം. അടിമത്ത മനോഭാവത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതാക്കണം എന്നതടക്കം 11 പ്രമേയങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്.